എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡെസേർട്ടാണ്. ചോക്ലേറ്റും ആപ്പിളും ചേർത്തിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്കൊരു ഡെസേർട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രാത്രിയിൽ എനിക്കൊരു ഡെസേർട്ട്, അതായത് ഒരു മധുരം തിന്നുന്ന ഒരു ആഗ്രഹം വന്നപ്പോൾ അപ്പം ഉണ്ടാക്കിയ ഡെസേർട്ടാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി. അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ, അപ്പോൾ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പാതിരാത്രി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഡെസേർട്ട് കഴിക്കാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണേ. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്ക് എന്താ ഉള്ളതെന്ന് നോക്കിയപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഒരു ആപ്പിളുണ്ട്, പിന്നെ ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങി വെക്കും. അപ്പം ചോക്ലേറ്റും ആപ്പിളും വെച്ച് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ കുറേ ഡെസേർട്ട്സ് ഉണ്ട്, അതിൽ പല പല ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റും ആപ്പിളും വെച്ചിട്ടുള്ള റെസിപ്പിയാണിത്. ആദ്യം നമ്മൾ ആപ്പിളൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് ആണെങ്കിലും എടുക്കാം. ഏത് ചോക്ലേറ്റ് ആണെങ്കിലും എടുത്തിട്ട് ഞാനിത് വാനിലയിൽ നിന്ന് വന്നൊരു കോമ്പൗണ്ട് മിൽക്ക് ചോക്ലേറ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് സാധാ ഏത് ചോക്ലേറ്റും എടുക്കാം. അതൊന്ന് മുറിക്കാൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ, ഭയങ്കര പാടായിരുന്നു ഒന്ന് മുറിക്കാൻ. ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇടിക്കുന്ന കല്ലില്ലേ, അതൊക്കെ വെച്ച് ഇടിച്ചിട്ട് അത് 3-4 പീസാക്കി എടുത്തിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, പാലോ മുട്ടയോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. നിങ്ങൾ ട്രസ്റ്റ് മീ, നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും പോലെ ഇരിക്കും ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാൻ കയ്യിലുള്ളത് എടുത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആപ്പിളുണ്ടല്ലോ, അതൊന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഈ ഒരു പരുവായാലും മതി, വെള്ളം പോലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടോ. എന്നിട്ട് അത് നമ്മളൊന്ന് ഫ്രീസറിൽ 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല അതിൻ്റെ ആ ഒരു വെള്ളം പോലത്തെ ടെക്സ്ചർ മാറിയിട്ട് കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഈ പുഡിങ് പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം മാറ്റി വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ഗ്രേപ്സ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ് വെക്കുന്നുണ്ട്. അതിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എങ്ങനെയാണോ ഇഷ്ടം, എന്ത് വെച്ചിട്ടാണോ അത് വെച്ചിട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ഒരു ഷുഗറിൻ്റെ കണ്ടൻറ്റ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മുട്ട വേണ്ട. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്പൂണിലൊന്ന് സ്കൂപ്പ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് ഒരു തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ആപ്പിളും ഇതും കൂടെ, ആപ്പിൾ അതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതുപോലെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്സ്.